അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ 2013 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ചോദ്യപേപ്പർ വിശകലനം ചെയ്ത സന്ദർഭത്തിൽ ചില പഠിതാക്കൾ കമൻ്റായിട്ടും പേഴ്സണലായിട്ടൊക്കെ എന്നെ അറിയിച്ചിരുന്നു, നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നടത്തിക്കൂടെ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചോദ്യം വായിക്കുകയും ഒരു ചെറിയ ടൈം നിങ്ങൾക്ക് അതിന് ആൻസർ കണ്ടെത്തുവാൻ വേണ്ടി നൽകുകയും ചെയ്യും. നിങ്ങൾ പേപ്പറിൽ ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് എത്ര ശരി കിട്ടിയെന്ന് അടയാളപ്പെടുത്തുകയും അവസാനം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ 30 ചോദ്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ 30-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻ്റ് ആയിക്കൊണ്ട് രേഖപ്പെടുത്തണം. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് ഇൻ എ ചൈൽഡ് സെൻറ്റേർഡ് ക്ലാസ് റൂം ചിൽഡ്രൻ ജനറലി ലേൺ. ഓപ്ഷൻ എ വ്യക്തിഗതമായി, ഓപ്ഷൻ ബി കൂട്ടമായി, ഓപ്ഷൻ സി വ്യക്തിഗതമായും കൂട്ടമായും, ഓപ്ഷൻ ഡി പ്രധാനമായും ടീച്ചറിൽ നിന്ന്. നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വ്യക്തിഗതമായും കൂട്ടമായും, ഇൻഡിവിജ്വലി ആൻഡ് ഇൻ ഗ്രൂപ്പ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഭാഷയുടെ അവികസിത രൂപം ശേഖരിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലാണ് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആര്? വിച്ച് ലിംഗ്വിസ്റ്റ് ടോൾഡ് that the rudimentary form of language is being stored in the brain? The correct answer option D, Noam Chomsky. Question number 3. എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിലാണ് കുട്ടികൾ ജീവിത വിജയത്തിന് ആവശ്യമായ വിവിധ നൈപുണികൾ സ്വായത്തമാക്കാൻ തുടങ്ങുന്നത്. എറിക്സൺ മുന്നോട്ട് വെച്ച മാനസിക സാമൂഹിക വികസന പ്രക്രിയയിൽ ഈ ഘട്ടത്തിന് നൽകിയ പേരെന്ത്? എറിക്സൺ ഡിസ്ക്രൈബ്ഡ് this stage as an entry to life. In this stage of 6 to 12 years, children begin to learn various skills valued by society. Name this stage mentioned by Erikson in the theory of psychosocial development. Option A, സ്വയം തീരുമാനം vs സംശയം. ഓപ്ഷൻ ബി, മുൻകൈ എടുക്കൽ vs കുറ്റബോധം. ഓപ്ഷൻ സി, അധ്വാനം vs അപകർഷത. ഓപ്ഷൻ ഡി, സ്വത്ത് സ്ഥാപനം vs സ്വത്ത് പ്രതിസന്ധി. The correct answer ഓപ്ഷൻ സി, അധ്വാനം vs അപകർഷത. ക്വസ്റ്റ്യൻ നമ്പർ 4. മനു ശിക്ഷയെ ഭയന്നാണ് അനുസരണ കാണിക്കുന്നത്. ധാർമ്മിക വികാസത്തിൻ്റെ ഏത് തലത്തിലാണ് അവൻ ഉള്ളത്? മനു ഷോസ് ഒബീഡിയൻസ് ഇൻ ദി ഫിയർ ഓഫ് ഗെറ്റിംഗ് പണിഷ്മെൻറ്റ്. ഇൻ വിച്ച് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഡസ് ഹി ബിലോങ്? ഓപ്ഷൻ എ, പൂർവ വ്യവസ്ഥാപിത തലം, പ്രീ കൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ ബി, വ്യവസ്ഥാപിത തലം,
കൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ സി വ്യവസ്ഥാപിതാനന്തര തലം. പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഓപ്ഷൻ ഡി അവ്യവസ്ഥാപിത തലം. ആൻറ്റി കൺവെൻഷണൽ ലെവൽ. നിങ്ങൾ ഉത്തരം എഴുതുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പ്രീ കൺവെൻഷണൽ ലെവൽ, പൂർവ വ്യവസ്ഥാപിത തലം. ക്വസ്റ്റ്യൻ നമ്പർ 5. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു പിയാഷെ എ ചൈൽഡ് ഡിസ്പ്ലേസ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഓപ്ഷൻ ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ഡി മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. The correct answer option A സെൻസറി മോട്ടോർ സ്റ്റേജ് അഥവാ ഇന്ദ്രിയ ചാലക ഘട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 6. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്കാലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക. Which of the following is the correct stage related with the theory of motivation proposed by മെക്കാലാൻഡ്? ഓപ്ഷൻ എ അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, വൈകാരികമായ ആവശ്യം, വിജയത്തോടുള്ള ആഗ്രഹം. ഓപ്ഷൻ ബി വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. ഓപ്ഷൻ സി അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. ഓപ്ഷൻ ഡി വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7. എബ്രഹാം മാസ്ലോ 1954 അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ അടിസ്ഥാനമാക്കിയത്. എബ്രഹാം മാസ്ലോ explained the theory of motivation in 1954 in the perspective of. ഓപ്ഷൻ എ സമ്മാനങ്ങൾ, റിവാർഡ്സ്. ഓപ്ഷൻ ബി ആവശ്യങ്ങൾ, നീഡ്സ്. ഓപ്ഷൻ സി പ്രതീക്ഷകൾ, എക്സ്പെക്റ്റേഷൻസ്. ഓപ്ഷൻ ഡി ഉദ്ദേശ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നീഡ്സ് അഥവാ ആവശ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 8. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസഘട്ടത്തിൽ പെടാത്തത് ഏത്? Which of the following is not a stage of Brunner's cognitive development? ഓപ്ഷൻ എ പ്രവർത്തനഘട്ടം, ഇനാക്റ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ ബി അനുരൂപീകരണ ഘട്ടം, അഡാപ്റ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ ബി ബിംബനഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. ഓപ്ഷൻ ഡി പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ കറക്റ്റ് ആൻസർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അനുരൂപീകരണ ഘട്ടം അഥവാ അഡാപ്റ്റീവ് സ്റ്റേജ്. ക്വസ്റ്റ്യൻ നമ്പർ 9. 5ാം ക്ലാസ്സുകാരിയായ ഫെമിനയ്ക്ക് വളരെ എളുപ്പത്തിൽ 4x10 ഉത്തരം മനക്കണക്കായി 40 എന്ന് പറയാൻ കഴിയും. എന്നാൽ ചുവടെയുള്ള വഴിക്കണക്ക്
രൂപത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ചോദ്യം: ഒരു റീഫിൽ പേനയുടെ വില 10 രൂപയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള 4 പേനകളുടെ വില എന്ത്? ഇതിൻ്റെ കാരണം എന്തായിരിക്കും? ഓപ്ഷൻ എ, അവൾക്ക് ഗുണനപ്പട്ടിക അറിയില്ല. ഓപ്ഷൻ ബി, അവൾക്ക് വഴിക്കണക്കുകളെ ഭയമാണ്. ഓപ്ഷൻ സി, ഗുണനക്രിയയെ കുറിച്ച് ധാരണയില്ല. ഓപ്ഷൻ ഡി, ഗുണനക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ക്ലാസ്സിൽ ലഭ്യമാക്കിയിട്ടില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഗുണനക്രിയകൾ പ്രായോഗികമായി നിർവഹിക്കുന്നതിനുള്ള അനുഭവങ്ങൾ വഴിക്കണക്കുകളിലൂടെ ക്ലാസ്സിൽ ലഭ്യമാക്കിയിട്ടില്ല. ഷീ വാസ് നോട്ട് പ്രൊവൈഡഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ടു ആൻസർ വേർഡ് പ്രോബ്ലംസ് ഇൻ ദി ക്ലാസ് റൂം. ക്വസ്റ്റ്യൻ നമ്പർ 10. അലോക് എന്ന 6ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ ഒരു മാസമായി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോഴും അവന് സ്വയം സൈക്കിൾ ഓടിക്കാൻ കഴിയുന്നില്ല. ഇത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, വായന വൈകല്യം, ഡിസ്ലെക്സിയ. ഓപ്ഷൻ ബി, ആലേഖന വൈകല്യം, ഡിസ്ഗ്രാഫിയ. ഓപ്ഷൻ സി, നാമ വൈകല്യം, ഡിസോണിമിയ. ഓപ്ഷൻ ഡി, പ്രയോഗ വൈകല്യം, ഡിസ്പ്രാക്സിയ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. ക്വസ്റ്റ്യൻ നമ്പർ 11. ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ എന്നിവയാണ് നിരീക്ഷണ പഠനത്തിൻ്റെ പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിർദ്ദേശിച്ചത് ആരാണ്? അറ്റൻഷൻ, റിറ്റൻഷൻ, പെർഫോമൻസ് ആൻഡ് മോട്ടിവേഷൻ ആർ ദ process involved in observational learning. Who proposed this? Option A, Erik Erikson. Option B, Albert Bandura. Option C, David Asubel. Option D, Wolfgang Kohler. ഉത്തരം പറയാം. The correct answer, option B, ആൽബർട്ട് ബന്ദുരെ. ക്വസ്റ്റ്യൻ നമ്പർ 12. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്ര കോംപ്ലക്സ് എന്നിവ കാണാം. ഇത് ചർച്ച ചെയ്തത് ആരാണ്? ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് ആർ ഫൗണ്ട് എമംഗ് ചിൽഡ്രൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. ദിസ് വാസ് ഡിസ്കസ്ഡ് ബൈ ഓപ്ഷൻ എ, ഡേവിഡ് അസുബൽ. ഓപ്ഷൻ ബി, വോൾഫ്ഗാങ് കോഹ്ലർ. ഓപ്ഷൻ സി, ഗോർഡൻ ആൽപോർട്ട്. ഓപ്ഷൻ ഡി, സിഗ്മണ്ട് ഫ്രോയിഡ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സിഗ്മണ്ട് ഫ്രോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 13. സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പർപ്പസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ്. സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി, പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ ചിൽഡ്രൻ. ഓപ്ഷൻ ബി, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക, ടു എഡ്യൂക്കേറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾസ്. ഓപ്ഷൻ സി, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതു സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക, ടു എഡ്യൂക്കേറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എലോങ് വിത്ത് അതർ ചിൽഡ്രൻ ഇൻ ജനറൽ സ്കൂൾസ്. ഓപ്ഷൻ ഡി, പട്ടികജാതി
പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കൂളുകളിൽ വിദ്യാഭ്യാസം നൽകുക. ടു എഡ്യൂക്കേറ്റ് SC/ST ചിൽഡ്രൻ ഇൻ സെപ്പറേറ്റ് സ്കൂൾസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതുത്തരമാണ് നിങ്ങൾ രേഖപ്പെടുത്തിയത്? നമുക്കുത്തരം നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ടു എഡ്യൂക്കേറ്റ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ എലോങ് വിത്ത് അതർ ചിൽഡ്രൻ ഇൻ ജനറൽ സ്കൂൾ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതു സ്കൂളിൽ വിദ്യാഭ്യാസം നൽകുക. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. സുലൈമാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നു. ബഹുമുഖ ബുദ്ധിയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പ്രബലമാക്കുന്നത് ഏത് ബുദ്ധിയാണ്? ഓപ്ഷൻ എ, യുക്തിപര ഗണിതപര ബുദ്ധി, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ബി, സംഗീതപര ബുദ്ധി, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, സ്ഥലപര ബുദ്ധി, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി, ഭാഷാപര ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഭാഷാപരമായ ബുദ്ധി, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. പ്രതിഭാധനരായ കുട്ടികളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈ എടുത്തത്. ദ സ്റ്റഡി അബൌട്ട് ഗിഫ്റ്റഡ് ചിൽഡ്രൻ വാസ് ഇനീഷ്യേറ്റഡ് ബൈ. ഓപ്ഷൻ എ, ടെർമാൻ. ഓപ്ഷൻ ബി, സ്പിയർമാൻ. ഓപ്ഷൻ സി, തേസ്റ്റൺ. ഓപ്ഷൻ ഡി, ടോണ്ടേക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ടെർമാൻ. ടെർമാനാണ് പ്രതിഭാധനരായ കുട്ടികളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് മുൻകൈ എടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഗ്രേഡിംഗ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് ഗ്രാഡസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഡാഷ് എന്നാണ്. ഗ്രേഡിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഗ്രീക്ക് വേർഡ് gradus. The meaning of this word is dash. Option A, padi, step. Option B, vijayam, success. Option C, alakkuga, measure. Option D, vilayiruttuga, evaluate. ഏതാണ് കറക്റ്റ് ആൻസർ? The correct answer is ഓപ്ഷൻ എ, സ്റ്റെപ്പ് അഥവാ പടി എന്നതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 17. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ? ഹി വാസ് എ റഷ്യൻ സയൻറ്റിസ്റ്റ്, one of the famous figure in the history of psychology, who discovered many of the findings related with classical conditioning. Who is the scientist referred here? Option A, Ivan Pavlov. Option B, Wolfgang Kohler. Option C, Robert M. Gagne. Option D, Jerome S. Brunner. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങളുടെ ഉത്തരം നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഇവാൻ പാവ്ലോവ്. ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18. സംരചന വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ഫോർമാറ്റീവ് അസസ്മെൻറ്റ്? ഓപ്ഷൻ എ,
വാചിക ചോദ്യങ്ങൾ, ഓറൽ ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻ ബി ടേം പരീക്ഷ, ടേം എക്സാമിനേഷൻ. ഓപ്ഷൻ സി പ്രശ്നോത്തരിയും കളികളും, ക്വിസ് ആൻഡ് ഗെയിംസ്. ഓപ്ഷൻ ഡി അസൈൻമെൻറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ടേം പരീക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 19. 6ാം ക്ലാസ്സുകാരിയായ അജിന ഗണിത പഠനത്തിൽ വളരെ പിന്നിലാണ്. അധ്യാപിക അവൾ ഗണിത പഠനത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ വിശകലനം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന് അധ്യാപികയ്ക്ക് ഉപയോഗിക്കാവുന്നത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സിദ്ധിശോധകം, അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓപ്ഷൻ ബി നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓപ്ഷൻ സി പ്രകടന ശോധകം, പെർഫോമൻസ് ടെസ്റ്റ്. ഓപ്ഷൻ ഡി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. യൂസിങ് സ്പെസിഫിക് തിങ്കിങ് സ്കിൽസ് ടു റീച്ച് റീസണബിൾ കൺക്ലൂഷൻ ഈസ്. പ്രത്യേക ചിന്താ നൈപുണികൾ പ്രയോജനപ്പെടുത്തി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിവ്രജന ചിന്ത, ഡിവർജന്റ് തിങ്കിങ്. ഓപ്ഷൻ ബി സംവ്രജന ചിന്ത, കോൺവെർജന്റ് തിങ്കിങ്. ഓപ്ഷൻ സി വിമർശനാത്മക ചിന്ത, ക്രിറ്റിക്കൽ തിങ്കിങ്. ഓപ്ഷൻ ഡി ക്രിയാത്മക ചിന്ത, ക്രിയേറ്റീവ് തിങ്കിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സംവ്രജന ചിന്ത അഥവാ കോൺവെർജന്റ് തിങ്കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 21. അഭിനവിൻ്റെ മാനസിക വയസ്സ് 15-ഉം ശാരീരിക വയസ്സ് 10-ഉം ആണ് എങ്കിൽ അഭിനവിൻ്റെ ബുദ്ധിമാനം എത്ര? ദ മെൻ്റൽ ഏജ് ഓഫ് അഭിനവ് ഈസ് 15. ഹിസ് chronological age is 10. Then what is his IQ? ഓപ്ഷൻ എ 150-ൽ കൂടുതൽ. ഓപ്ഷൻ ബി 150-ൽ കുറവ്. ഓപ്ഷൻ സി 150 ആണ്. ഓപ്ഷൻ ഡി 150-ൽ കൂടുതലോ 150-ൽ കുറവോ ആണ്. എത്രയാണ് അഭിനവിൻ്റെ ബുദ്ധിമാനം? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 150 ആണ്. Question number 22. The feeling of shame and doubt develops in which stage of an individual? നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പൂർവ്വബാല്യഘട്ടം, ഇൻഫൻസി സ്റ്റേജ്. ഓപ്ഷൻ ബി ബാല്യഘട്ടം, ചൈൽഡ്ഹുഡ് സ്റ്റേജ്. ഓപ്ഷൻ സി കൗമാരഘട്ടം, അഡോളസൻസ് സ്റ്റേജ്. ഓപ്ഷൻ ഡി മുതിർന്നവരുടെ ഘട്ടം, അഡൾട്ട്ഹുഡ് സ്റ്റേജ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബാല്യഘട്ടം അഥവാ ചൈൽഡ്ഹുഡ് സ്റ്റേജ്. ക്വസ്റ്റ്യൻ നമ്പർ 23. The school authorities give preference to boys while preparing students for a state level music competition. This indicates സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആഗോള വീക്ഷണം, ദ ഗ്ലോബൽ ട്രെൻഡ്സ്. ഓപ്ഷൻ ബി പുരോഗമന ചിന്ത, പ്രോഗ്രസീവ് തിങ്കിങ്. ഓപ്ഷൻ സി ദേശീയ കാഴ്ചപ്പാട്, നാഷണൽ ഔട്ട്ലുക്ക്. ഓപ്ഷൻ ഡി ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? എന്താണ് നിങ്ങൾ ഉത്തരം എഴുതിയത്? ദ കറക്റ്റ് ആൻസർ ഈസ്
ഓപ്ഷൻ ഡി ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐഡിയ വാസ് ഫോർമുലേറ്റഡ് ബൈ ആൽപോർട്ട് റിലേറ്റഡ് വിത്ത് പേഴ്സണാലിറ്റി? ഓപ്ഷൻ എ ധർമ്മസ്ഥിരത, ഓപ്ഷൻ ബി ധർമ്മ സ്വാശ്രയത്വം, ഓപ്ഷൻ സി ധർമ്മ മനസ്ഥിതി, ഓപ്ഷൻ ഡി ധർമ്മ പരത. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ധർമ്മ സ്വാശ്രയത്വം. ക്വസ്റ്റ്യൻ നമ്പർ 25. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി വികാസത്തിൽ ഒരു സമീപ വികാസ മേഖല ഉണ്ടെന്ന് നിർദ്ദേശിച്ചത്? റിലേറ്റഡ് വിത്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, there is a zone proximal development in the development process. This was proposed by option A Lev Vygotsky, option B Noam Chomsky, option C E.L. Thorndike, option D B.F. Skinner. ഏതാണ് കറക്റ്റ് ആൻസർ? The correct answer is Lev Vygotsky. Question number 26. Multiple choice questions assess the child's ability to. ബഹുവികൽപ്പ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്ന കുട്ടികളുടെ കഴിവ്. ചില വാക്കുകളുടെ ഒന്നും മലയാളം ഒരുപക്ഷെ നമുക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിക്കൊണ്ട് ഇത്തരം പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വായിക്കുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. ഓപ്ഷൻ എ ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്, ഓപ്ഷൻ ബി ശരിയായ ഉത്തരം വിശകലനം ചെയ്യാനുള്ള കഴിവ്, ഓപ്ഷൻ സി ശരിയായ ഉത്തരം രൂപീകരിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം വിശദീകരിക്കാനുള്ള കഴിവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഒരു മൾട്ടിപ്പിൾ ക്വസ്റ്റ്യനിലൂടെ കുട്ടിയിൽ നിന്ന് വിലയിരുത്തപ്പെടുന്ന കുട്ടിയുടെ കഴിവ് എന്താണ്? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ശരിയായ ഉത്തരം തിരിച്ചറിയാനുള്ള കഴിവ്. റെക്കഗ്നൈസ് ദ കറക്റ്റ് ആൻസർ. Question number 27. Emotional intelligence was explained and popularized by. വൈകാരിക ബുദ്ധിയെ വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ, ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ, ഓപ്ഷൻ സി ചാൾസ് സ്പിയർമാൻ, ഓപ്ഷൻ ഡി ഹൊവാർഡ് ഗാർണർ. ഏതാണ് കറക്റ്റ് ആൻസർ? The correct answer is option B Daniel Goleman. Question number 28. സർഗാത്മകത സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായിട്ടാണ്? ക്രിയേറ്റിവിറ്റി ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? ഓപ്ഷൻ എ മാതൃകാ രൂപീകരണം, മോഡലിംഗ്, ഓപ്ഷൻ ബി അനുകരണം, ഇമിറ്റേഷൻ, ഓപ്ഷൻ സി സംവ്രജന ചിന്ത, കോൺവർജന്റ് തിങ്കിങ്, ഓപ്ഷൻ ഡി വിവ്രജന ചിന്ത, ഡിവർജന്റ് തിങ്കിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വിവ്രജന ചിന്ത അഥവാ ഡിവർജന്റ് തിങ്കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 29. സ്മിത സാമൂഹ്യശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു, എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പരസ്പര ബന്ധം, ഇന്റർ റിലേഷൻഷിപ്പ്, ഓപ്ഷൻ ബി പൊതുവായതിൽ നിന്ന് സൂക്ഷ്മമായതിലേക്ക്, ജനറൽ ടു സ്പെസിഫിക്, ഓപ്ഷൻ സി
വ്യക്തിവ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓപ്ഷൻ ഡി തുടർച്ച, കണ്ടിന്യൂറ്റി. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തി വ്യത്യാസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 30. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത്, മോസ്റ്റ് സൂട്ടബിൾ വൺ ടു ഇൻക്രീസ് കോഓപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് ചിൽഡ്രൻസ് ഈസ്. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത്, ഓപ്ഷൻ എ പാട്ടുപാടൽ, സിംഗിങ് സോങ്. ഓപ്ഷൻ ബി ചിത്രരചന, ഡ്രോയിങ്. ഓപ്ഷൻ സി കളികൾ, പ്ലേസ്. ഓപ്ഷൻ ഡി കഥ പറച്ചിൽ, സ്റ്റോറി ടെല്ലിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇപ്പോൾ നിങ്ങൾ 30 ചോദ്യങ്ങൾക്കും ആൻസറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾ രേഖപ്പെടുത്തിയ ആൻസർ നിങ്ങൾക്ക് 30-ൽ എത്ര കിട്ടിയെന്ന് ടോട്ടൽ മാർക്ക് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി കളികൾ എന്നാണ്. നമ്മൾ 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യപേപ്പറാണ് ഒരു മോക്ക് ടെസ്റ്റിലൂടെ വിശദീകരിച്ചത്. നിങ്ങളുടെ മാർക്കുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. താങ്ക് യു എവരിബഡി.